ശ്രീകുട്ട, നീ ജയിച്ചു എന്ന് നീ വിശ്വസിച്ച് തുടങ്ങണം. നീ ഓരോ ശ്വാസം എടുക്കുമ്പോഴും നീ സ്വയം പറയണം, ഞാൻ വിജയാണ്, ഞാൻ വിജയാണ്. പറ, ശ്രീകുട്ടൻ ജയിച്ചു. പറ, ശ്രീകുട്ടൻ ജയിച്ചു. ശ്രീകുട്ടൻ ഉറപ്പായും ജയിക്കും. അമ്പാടി പൊട്ടും. ശ്രീകുട്ടൻ നല്ല പയ്യനല്ലേ, അവൻ തന്നെ ജയിക്കും. അമ്പാടി ജയിക്കില്ല. ഇവിടെ അമ്പാടിക്കൊന്നും ഒരു ഹോൾഡും ഇല്ല. ശ്രീകുട്ടനാണ് ഫാൻസ് മൊത്തം. ശ്രീകുട്ടനാണ് മത്സരിക്കുന്നതെങ്കിൽ വേറെ ചോദ്യത്തിന്റെ ആവശ്യമില്ല. വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ശ്രീകുട്ടൻ വരും, എല്ലാം ശരിയാവും. ആ അണ്ണന്റെ വലത് എന്റെ വലത്. ഇനിയും തന്ത്രങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ നിന്റെ ഈ പ്രശ്നത്തിന് ഇത് തന്നെ ധാരാളം. നിങ്ങളുടെ കാര്യം സെറ്റാണ്. പോരെ? താങ്ക്സ് അണ്ണാ. അണ്ണൻ ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. ഇലുമിനാറ്റി കമ്മിറ്റി ഓഫീസ് അറിയാതെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. പിന്നെ ഒരു പാലയിടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെയാണല്ലോ. അത് വലിയ കടുകട്ടിക്കാരിയൊന്നും അല്ല. നിങ്ങളെ സംബന്ധിച്ചതൊരു പുഷ്പം പറിക്കുന്ന ലാഘവത്തോടുകൂടി ചെയ്യാവുന്നതാണ്. അണ്ണൻ കാര്യം പറ. ഇത് നിങ്ങളുടെ മായ ടീച്ചറല്ലേ? അതെ, മായ ടീച്ചറുണ്ട്. ഇത് ടീച്ചർ കൊണ്ടുപോയി കൊടുക്കണം. ഇത് മൊത്തം എനിക്ക് ടീച്ചറോട് പറയാനുള്ളത്. എടാ എടാ ഇനിയും മായ ടീച്ചറെ നിങ്ങൾ എനിക്ക് സെറ്റാക്കി തരണോന്ന്. സിമ്പിൾ പരിപാടി. ഇപ്പൊ ഈ ലെറ്റർ അങ്ങ് അതിന് മായ സെറ്റാക്കി തരാം. പക്ഷെ നമ്മളെ കാര്യത്തില് അണ്ണന്റെ എല്ലാ തന്ത്രവും കഴിഞ്ഞില്ലല്ലേ. നീ ഇപ്പൊ സ്ഥാനാർത്ഥി ശ്രീകുട്ടനല്ല, ക്ലാസ് ലീഡർ ശ്രീകുട്ടനാണ്. താങ്ക്സ് അണ്ണ. അതിപ്പം ഞാൻ ഇത് കൊടുത്തിട്ട് വരാം. ജയിച്ചിട്ടേ വരൂ. വല്ലാത്തൊരു ഗസ്ട്രോളായിപ്പോയി. അയ്യ എന്താ രളി, ഒന്ന് കയറ്റി വെക്കാൻ പോലും വരല്ലേ ചേട്ടാ. ഒന്ന് പോടെ. അതിനേക്കാളും വലിയ കാര്യങ്ങൾ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ്. എന്തിനാണ് നിങ്ങളെ ഭയങ്കര കാര്യം? I have offer. They can reuse. എന്തൊരു എടാ നിനക്ക് മായ അറിയില്ലേ? നമ്മുടെ പഴയ സുധാകരൻ സാറിന്റെ മോള്, മറ്റേ പേടി വളർത്തല. പിന്നെ അവരിൽ നാളാണ് സ്കൂളിൽ പഠിപ്പിക്കണേ. അറിയാമോ? ആര്യപത്രോടോ പറയേ. അതിനിപ്പോ ഒന്നുമില്ല. ഞാൻ അവളെ അങ്ങ് ഭാര്യയാക്കാൻ തീരുമാനിച്ചു. ആദ്യം ഇവന്മാരോട് ഒരു കത്ത്, എന്നിട്ട് ഞാൻ പടിപടിയായി ചീവി ചീവി അങ്ങ് കേറും. സന്തോഷവാർത്ത പറയട്ടാ. അണ്ണാ നിങ്ങളെ ഇപ്പൊ ഒരു കിളിവാതിലും കൊത്തുപണിയായിട്ട് ഒരു കട്ടിൽ കയറ്റി വിട്ടത് ഓർമ്മ വേണ്ട. അത് ആർക്ക് വേണ്ടിട്ടെന്ന് അറിയാമോ? അണ്ണാ അത് മായ ടീച്ചറിന് വേണ്ടിട്ട്. പിന്നെ ഒരു കാര്യം പറയണ്ട, അടുത്ത മാസം ഈ മായ ടീച്ചറിന്റെ കല്യാണമാണ്. മറ്റേ സീനിയർ നടനുണ്ടല്ലേ രാകേഷ്, അവനെയാണ് അവള് കല്യാണം കഴിക്കുന്നത്. ഇതൊന്നും അറിഞ്ഞൂടാ നടക്കണല്ലേ ഏട്ടാ, പരമ കഷ്ടം. എന്നാണ് നിങ്ങൾ എന്തൊരു വേണ്ടി അണ്ണാ? ഹലോ, നിമിഷല്ലേ? അതിലിങ്ങനെ ചൊറിയാതെ ഇത് മാറും. നിനക്കിങ്ങനെ പറയാ, എനിക്ക് ചൊറിയണം. അയ്യോ ധനിരമ ഇവിടെ, ഞാൻ പോയി തയ്യാറെടുത്തിട്ട് വരാം. എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ബഡ്ജറ്റ് വേണ്ടാണ്. എല്ലാം കൂടി ഇതിനകത്ത് എങ്ങനെ സെറ്റ് ചെയ്തു? സാറേ ബഡ്ജറ്റിന്റെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും മൈക്ക് സെറ്റ് നമുക്ക് പുറത്തു. എന്താ വിജയ ഒരു ചർച്ച? അല്ല സാറേ, ചന്ദ്ര സാർ റിട്ടയർ ചെയ്യാൻ ഈ ഒരു മാസമല്ലേ ഉള്ളത്. അതിന്റെ ഫംഗ്ഷന് മൈക്ക് സെറ്റ് പുറത്തെടുക്കുന്ന കാര്യം പറയുന്നു. ഇവിടെ ഇരിക്കണമെങ്കിൽ ഒരു പൊരിച്ചിൽ മാത്രമേ വെളിയിൽ കേൾക്കുള്ളൂ. എന്താ അങ്ങനെ? പിന്നെ സാറ് വേണം ഇതിലൊക്കെ ഉത്സാഹിച്ച് മുമ്പ് നിൽക്കാൻ. അടുത്ത HM സാറാണല്ലേ. നമുക്ക് ചെയ്യാം. ഓ സാറേ, സാർ അച്ഛമാവുമ്പോഴെങ്കിലും ഈ ഓടൊക്കെ ഒന്ന് മാറ്റി സ്കൂളൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഇതൊക്കെ എന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് തലയെ കൂടെ വീഴുമെന്ന് ആർക്കും പറയാൻ പറ്റൂല. ഓട് മാത്രമല്ല മുരളി, മൊത്തത്തിലൊന്ന് വൈറ്റ് വാഷ് ആവാനുണ്ട്. ശേഷടേക്ക് ആറ്റിറ്റ്യൂഡ് മൊത്തത്തിലൊരു വൈറ്റ് വാഷ്. സാർ. അമ്പാടി. അത് സാർ, ക്ലാസ്സിൽ വീണ്ടും പുഴു. ധന്യ നന്നായിട്ട് കടിച്ചു. അത് ഈ കാലാവസ്ഥയുടെ വല്ലതൊക്കെ ആയിരിക്കും, മാറിക്കോളും.
അപ്പം ഞാൻ എന്ത് ചെയ്യാനാ? സാർ ഞാൻ കുറേ തവണ എല്ലാവിടെയും പറയും നടന്നു എന്നിട്ടും അമ്പാടിയെ കടിച്ചോ? ഇല്ല അമ്പാടിയെ കടിച്ചോ? ഇല്ലല്ലോ. ഇല്ല. പിന്നെ നിനക്കെന്താ പ്രശ്നം? എടാ അവരിത്തിരി കടിയൊക്കെ കൊള്ളട്ടെ. നീ കയ്യിലിടപെടണ്ട കേട്ടോ. ആ പിന്നെ അമ്പാടി, അതെ, നമ്മൾ ഈ തൊട്ടി പിള്ളേരുടെ കാര്യത്തിലൊന്നും ഇടപെടണ്ട. നമുക്ക് നമ്മുടെ കാര്യം മനസ്സിലായല്ലോ. ക്ലാസ്സിൽ പോ. ആ ബാടി, സ്റ്റാഫ് റൂമിൽ പോയിട്ട് ടീച്ചേഴ്സ് ഗൈഡിങ് എടുത്തോണ്ടോ, ഡെസ്കിലുണ്ട്. അമ്പാടി, അമ്പാടി. സാർ ധന്യെ പുഴു അടിച്ച്. എന്നാ തൈരെടുത്ത് കേൾക്കാൻ പറ. സാർ ധന്യെ മാത്രമല്ല കുറേ പേരെ പുഴു അടിച്ച്. അമ്പാടി, ഞാൻ നിന്നോട് പറഞ്ഞു ഇത് കാലാവസ്ഥ കാരണം മാറിക്കോളുന്നു. ഇതിപ്പോൾ എന്തെങ്കിലും ചെയ്യണം സാർ. സാറിനോട് ഞാൻ മുമ്പേ പറഞ്ഞല്ലേ എന്നും ഈ പുഴുവടി കൊള്ളാൻ വയ്യ. അമ്പാടി ഇരിക്കെ, നമുക്ക് നോക്കാം. ഇപ്പം നോക്കണം സാർ. അമ്പാടിയോടല്ലേ ഇരിക്കാൻ പറഞ്ഞു? വീട്ടിൽ നിന്ന് വിളിപ്പിക്കണോ? സാറ് വിളിച്ചോ, പക്ഷെ ഇതിപ്പോൾ എന്തെങ്കിലും ചെയ്യണം. ഇരിക്കടാ റാസ്കൽ. രണ്ടക്ഷരം പഠിക്കുന്നു വെച്ച് തലേ കയറി നടക്കുന്നോ? എന്നാ നീ പഠിപ്പിക്കടാ. അല്ല എവിടെ വന്നേ നീ? എന്താ നിനക്കൊന്നും മിണ്ടായില്ലേ? ഒന്നും മിണ്ടായില്ലേന്ന്? എല്ലാത്തിനോടും പറയാ എനിക്കറിയാം ക്ലാസ് എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന്. കുറെ വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട്. നിനക്കിരിക്കാൻ വയ്യല്ലേ? ക്ലാസ് കഴിയുന്നവരെ ഇവിടെ തന്നെ നിന്നാ മതി. എല്ലാരും 6ാമത്തെ ചാപ്റ്റർ എടുക്ക്. പൃഥ്വിരാജ്